സാധ്യത ആർക്കാണെന്ന് ചോദിച്ചാൽ LDF-ന്റെ കൺവീനർ തന്നെ പറഞ്ഞിട്ടുണ്ട്. ലീഗ് ഒറ്റയ്ക്ക് മത്സരിച്ചാൽ കിട്ടുന്ന 2 മണ്ഡലങ്ങളാണ് പൊന്നാനിയും മലപ്പുറവും. പിന്നെ തർക്കിക്കേണ്ട കാര്യമില്ല. തർക്കിക്കേണ്ട കാര്യമുണ്ടോ ശ്രീജയൻ? ലീഗിന്റെ LDF-ന്റെ കൺവീനർ തന്നെ നേരത്തെ സർട്ടിഫൈ ചെയ്ത് കഴിഞ്ഞു. പിന്നെ നിങ്ങൾ മത്സരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിന്റെ കൺവീനർ പറഞ്ഞതിനെ വളച്ചൊടിച്ചിട്ടാണ് പ്രിയപ്പെട്ട സുഹൃത്ത് പറഞ്ഞത്. ഇവിടെ ഒറ്റയ്ക്ക് മത്സരിച്ചല്ലോ ഈ 2 മണ്ഡലത്തിലും. മലപ്പുറത്ത് ടിക്കാംസന്റെ ചരിത്രം ഇവിടെ അല്ലേ? മഞ്ചേരി മണ്ഡലത്തിൽ ഇവർ ഒറ്റയ്ക്ക് ഈ വളാഞ്ചേരി എന്നല്ലേ സംസാരിച്ചത്. എന്താ മൂട്ടനെ കൊല്ലം പീരങ്കി വേണ്ടല്ലോ എന്ന് പറഞ്ഞ നാടാവത് കുഞ്ഞാലിക്കുട്ടിനെ തോൽപ്പിച്ചു. പിന്നെ എന്തിനാ വാദം? ജയരാജൻ പറഞ്ഞ വാക്കുകളെ വളച്ചൊടിക്കണ്ട. ജയരാജൻ പറഞ്ഞത് മണ്ഡലത്തിലെ വോട്ടർമാർ ശിരസ വഹിച്ചാൽ വലിയ ഭൂരിപക്ഷത്തിൽ കയറി പോകും. അതിനുള്ള ഉദാഹരണങ്ങളാ പറഞ്ഞ. അങ്ങനെ ശിരസ വഹിക്കൂല. ഈ പൊന്നാനി 47 വർഷക്കാലമായി ലീഗിന് 6 സീറ്റിന് അർഹതയുള്ള പാർട്ടിയാണെന്ന് പറഞ്ഞ ഈ CPM. എന്നിട്ട് ഇപ്പൊ CPM-കാർ ഇവരും അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാക്കി വെച്ചിട്ട് പറയാണ് വെറുതെ മത്സരിക്കാണ്. ഇത് തിരിച്ചു പ്രചരിപ്പിക്കുകയാണ്, കള്ളം പറയാം. ചോദ്യത്തിനുള്ള മറുപടി ആയിട്ട് ഓറലായിട്ട് പറയുന്ന കാര്യങ്ങൾ അതൊന്നും നിലപാടല്ല. CPM-ന്റെ നിലപാടല്ല പറയുന്നത് മുന്നണിയുടെ നിലപാടല്ല. അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല. അങ്ങനെ പറഞ്ഞിട്ടില്ല. എന്നാ പിന്നെ ലീഗിനെ തോൽപ്പിച്ച നേതാക്കന്മാരുണ്ടല്ലോ, അവരെ മത്സരിപ്പിക്കണ്ടേ? എന്തിനാ ഈ അംശയെ കൊണ്ടുവന്ന്? ചുരുക്കത്തിൽ ഞാൻ ചോദിക്കട്ടെ, ജയരാജൻ പറഞ്ഞു പറഞ്ഞ വാക്കുകളെ സാധൂകരിക്കാൻ CPIM-ന്റെ സംസ്ഥാന കമ്മിറ്റിയോ CPIM-ന്റെ നേതൃത്വം ഒന്നും പറഞ്ഞിട്ടില്ല. CPIM-ന്റെ നിലപാട് പറഞ്ഞ CPIM-ന്റെ സ്റ്റേറ്റ് കമ്മിറ്റിയോ. എന്റെ ഒറ്റ ചോദ്യമുള്ളൂ. അദ്ദേഹം ചോദിച്ചതുപോലെ ലീഗ് ഒറ്റയ്ക്ക് മത്സരിച്ചാൽ പൊന്നാനിയും മലപ്പുറവും ലീഗിൽ കിട്ടുമോ എന്നുള്ള ഉദാഹരണമല്ല ടിക്കാംസ് ഇവിടുന്ന് മത്സരിച്ച് ജയിച്ചത്. ഈ പൊന്നാനി ആകെ പറയാൻ ഒരൊറ്റ ഉദാഹരണമേ ഉള്ളൂ. അന്ന് മഞ്ചേരിയിൽ ഒരു ചോദിച്ചോ കിട്ടിയെന്ന് പറയുന്നു. അത് കഴിഞ്ഞ പ്രാവശ്യം പ്രതിപക്ഷത്തിലുള്ള വോട്ട് സ്പ്ലിറ്റായി പോയതുകൊണ്ടാണ്. കേവലം 35% വോട്ടാണ് BJP-ക്ക് കിട്ടിയത്. അങ്ങനെ 35% വോട്ട് മേടിച്ചുകൊണ്ട് മതേതര ഇന്ത്യക്ക് ശാപമായി BJP അധികാരത്തിൽ വന്നു. അതിന് വ്യത്യസ്തമായി ഈ പ്രാവശ്യം ഇന്ത്യ മുന്നണി ശക്തമായി മുന്നോട്ട് വന്നിട്ടുണ്ട്. അതിൽ മാറി നിൽക്കുന്ന 2 കക്ഷി CPM-ഉം CPI-ഉമാണ്. അവർ അഖിലേന്ത്യാ നേതൃത്വത്തിന് താല്പര്യമുണ്ട്. പക്ഷെ അവർ പേടിച്ചു നിൽക്കുന്നത് അവർ നിലപാടെടുത്താൽ കെജ്രിവാളിനെ പോലെ കേരളത്തിലെ മുഖ്യമന്ത്രി ജയിലിലാകുമോ എന്നൊരു ഭയം. ആ ബയറ്റ് അന്വേഷണ ഏജൻസി ഇവരെ കയ്യിൽ തന്നെയല്ലേ? ഒന്ന് ഇങ്ങോട്ട് വന്നു നോക്കട്ടെ, അപ്പൊ വിവരം അറിയും. ഇന്ന് തൃശ്ശൂരിൽ അടിയന്തര യോഗം നടന്നു. അരുൺ, തൃശ്ശൂരിൽ അടിയന്തര യോഗം നടന്നിട്ടുണ്ട്. തൃശ്ശൂരിൽ അടിയന്തര യോഗം നടന്നിട്ടുണ്ട്. കരുവന്നൂർ ബാങ്കിൽ ജയൻ അറിയേണ്ടത് മന്ത്രി AC മൊയ്തീനെ പിടിച്ചുകൊണ്ടുപോയി അകത്ത് വെച്ചപ്പോ കണ്ടില്ലല്ലോ. നിങ്ങൾ അഴിമതി നടത്തുക.